ദിവസം തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത്. കൊല്ലം കുളത്തൂപ്പുഴയിൽ മൃഗസംരക്ഷണ വകുപ്പിന്റെ സബ് സെന്ററിൽ മോഷണം. മുൻവശത്തെ ജനൽ പൊളിച്ച് അകത്ത് കടന്ന മോഷ്ടാവ് സിറിഞ്ചുകളും ചികിത്സാ ആവശ്യത്തിനുള്ള ഉപകരണങ്ങളും കവർന്നു. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ലോക രക്തദാന ദിനത്തോടനുബന്ധിച്ച് തൃശൂർ ജനറൽ ആശുപത്രിയിൽ നിരവധി തവണ രക്തം ദാനം ചെയ്ത രക്തദാതാക്കളെയും പ്രസ്ഥാനങ്ങളെയും ആദരിച്ചു. തൃശൂർ ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ താജ് പോൾ പനക്കൽ അധ്യക്ഷത വഹിച്ച ചടങ്ങ് തൃശൂർ കോർപ്പറേഷൻ മേയർ MK വർഗീസ് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് സന്നദ്ധ രക്തദാന ക്യാമ്പിൽ 100ഓളം പേർ പങ്കെടുത്തു. ഫർണിച്ചർ മാനുഫാക്ചേഴ്സ് ആൻഡ് മർച്ചന്റ് വെൽഫെയർ അസോസിയേഷൻ എറണാകുളം ജില്ലാ സിറ്റി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ IMA ബ്ലഡ് ബാങ്കുമായി ചേർന്ന് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. IMA മുൻ പ്രസിഡന്റ് ഡോക്ടർ ജുനൈദ് റഹ്മാനും ജില്ലാ ജോയിന്റ് സെക്രട്ടറി മെഹ്റു അൻവറും ചേർന്ന് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ലോക രക്തദാന ദിനത്തിൽ സൗജന്യ രക്തനിർണയവും രക്തപരിശോധനയും നടത്തി. ആലപ്പുഴ കൊല്ലക്കടവ് ഗവൺമെന്റ് മുഹമ്മദ് ഹൈസ്കൂൾ മാതൃഭൂമി നിറകതിർ സീഡ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് സൗജന്യ രക്തപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ആലക്കോട് സേവന ക്ലിനിക്കൽ ലബോറട്ടറിയുടെ സഹായത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ആലപ്പുഴയിൽ ബൈക്കും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. ചേപ്പാട് സ്വദേശി രോഹിത് രാമചന്ദ്രനാണ് മരിച്ചത്. കായംകുളം കരിയിലക്കുളങ്ങര മാളിയേക്കൽ ജംഗ്ഷന് സമീപം പുലർച്ചെയായിരുന്നു അപകടം. തൃശൂർ ഗുരുവായൂർ കണ്ടാണശ്ശേരി പാരീസ് റോഡിൽ നിർത്തിയിട്ട ടിപ്പർ ലോറിക്ക് പുറകിൽ ടാങ്കർ ലോറി ഇടിച്ച് മറിഞ്ഞ അപകടം. അപകടത്തിൽ ചെറുകുന്ന് സ്വദേശികളായ മനു, അഭിജിത്ത് എന്നിവർക്ക് പരിക്ക്. ലോറിയുടെ മുന്നിൽ പോയിരുന്ന കാർ സഡൻ ബ്രേക്ക് ഇട്ടതാണ് ലോറികൾ അപകടത്തിൽപ്പെടാൻ കാരണം. തൃശൂർ അതിരപ്പള്ളിയിൽ കാട്ടാനക്കൂട്ടം വാഹനം തകർത്തു. ഷോളയാർ അമ്പലപ്പാറ റോഡ് നിർമ്മാണ കമ്പനിയുടെ ലോറിയും നിർമ്മാണ സാമഗ്രികളും ജനറേറ്ററുമാണ് കാട്ടാനക്കൂട്ടം തകർത്തത്. രാവിലെ തൊഴിലാളികൾ എത്തിയപ്പോഴാണ് സംഭവം ശ്രദ്ധയിൽപ്പെട്ടത്. കൊടുങ്ങല്ലൂരിൽ രാസലഹരിയുമായി യുവാക്കൾ പിടിയിൽ. പുല്ലൂറ്റ് കോളേജ് ഗ്രൗണ്ട് പരിസരത്ത് നിന്നുമാണ് 1.5 ഗ്രാം MDMA-യുമായി 2 യുവാക്കളെ പിടികൂടിയത്. അജിത് കുമാർ, മാലിക് എന്നിവരെയാണ് പ്രത്യേക പോലീസ് സംഘം പിടികൂടിയത്. തിരുവനന്തപുരം പൂവച്ചലിൽ ആക്രമണം നടത്തി ലഹരി മാഫിയ സംഘം. ഓട്ടോറിക്ഷയും 3 ബൈക്കുകളും ബൈക്കിലെത്തിയ ലഹരി സംഘം അടിച്ചു തകർത്തു. വീട്ടുകാർ പോലീസിൽ വിവരമറിയിച്ചെങ്കിലും സംഘം രക്ഷപ്പെട്ടു. തൃശൂർ എരവ് സെന്റ് തെരാസസ് ISC സ്കൂളിൽ SSLC പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ഉപഹാരം നൽകി അനുമോദിച്ചു. ചടങ്ങിൽ അപ്ഗ്രേഷൻ പ്രഖ്യാപനവും സംഘടിപ്പിച്ചു. ഡോക്ടർ ചാക്കോ ജോസ് P ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ റവറന്റ് ഫാദർ ഡൊമിനിക് തലക്കോടൻ മുഖ്യാതിഥിയായി. കൊല്ലം പ്രിയദർശിനി കൾച്ചറൽ ഫോറവും പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെയും ആഭിമുഖ്യത്തിൽ SSLC+2 പരീക്ഷകളിൽ വിജയിച്ച കുട്ടികളെ അനുമോദിക്കും. ആദരവ് 2024 എന്ന് പേരിട്ടിരിക്കുന്ന പരിപാടി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. പരിപാടി ജൂൺ 16-ന്. MES അസ്മാ ബി കോളേജ് അലൂമിനി അസോസിയേഷന്റെ അലൂമിനി ഡയറക്ടറി ഓർമ്മയ്ക്കായി പ്രകാശനം ചെയ്തു. മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ A ബിജു പ്രകാശനം നിർവഹിച്ചു. കോവിഡ് കാലത്തുൾപ്പെടെ മുടക്കം കൂടാതെ തുടർച്ചയായി 18ാം വർഷമാണ് ഡയറക്ടറി പ്രസിദ്ധീകരിക്കുന്നത്. ജാമിയ സീസയുടെ കീഴിലുള്ള CQ പ്രീ സ്കൂളിന്റെ ഉദ്ഘാടനവും പ്രവേശനോത്സവവും ആലിഫ് ഡേ എന്ന പേരിൽ വർണ്ണാഭമായ ചടങ്ങുകളോടെ നടന്നു. അസ ഗ്രൂപ്പ് ചെയർമാൻ CP സാലിഹ് ഉദ്ഘാടനം നിർവഹിച്ചു.